നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും സാരി റേസ് പ്ലസിൻ്റെ പുതിയൊരു ഓൺലൈൻ സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം പ്രൊമോഷൻ ഓഫ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്ന ഭാഗമാണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ള കാര്യം നമുക്കറിയാം അല്ലേ. എന്താണ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ? ശ്രദ്ധിക്കുക, ഇവിടെ ഇപ്പോൾ ഒരു സഹകരണ സംഘമുണ്ട്. സംഘത്തിന് അവരുടെ സബ്സ്റ്റാൻഷ്യൽ ബിസിനസ് അല്ലാത്ത മറ്റ് ഒരു ബിസിനസ് അല്ലേ, അത് മറ്റൊരു സ്ഥാപനത്തിലൂടെ ഓപ്പറേറ്റ് ചെയ്യണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ അത് അവരുടെ ജനറൽ ബോഡിയിൽ അവതരിപ്പിച്ച് മെജോറിറ്റിയോടുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? പാസ്സാക്കാൻ കഴിയും. അപ്പോൾ അത്തരത്തിൽ നിലവിൽ വരുന്ന സ്ഥാപനങ്ങളെ നമ്മളൊരു സബ്സിഡറി സ്ഥാപനം എന്ന് വിശേഷിപ്പിക്കാം. ഒരു സബ്സിഡറി സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവരെപ്പോഴും എന്തിന് കീഴിലുള്ളതായിരിക്കും? അതായത് നമ്മുടെ പാരൻ്റ് സൊസൈറ്റിക്ക് കീഴിലായിരിക്കും ഇവരുടെ പ്രവർത്തനം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എന്താണ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നതിനെ പറ്റിയിട്ടൊരു ആമുഖമാണ് തന്നത്. ഇനി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷനും അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് ഓഫ് സൊസൈറ്റീസ് എന്ന് പറയുന്ന രണ്ട് ഭാഗങ്ങളാണ്. അപ്പോൾ എന്താണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ആ ഒരു പാർട്ട്ണർഷിപ്പ് ഈ ഒരു പാർട്ട്ണർഷിപ്പ് തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇത് സംഘങ്ങൾ തമ്മിലുള്ള പാർട്ട്ണർഷിപ്പാണ്. അതായത് നമ്മുടെ KCS ആക്ടിനകത്ത് പറഞ്ഞിട്ടുള്ള പാർട്ട്ണർഷിപ്പിൻ്റെ തരവാണിത്. ഇതിൻ്റെ 1932 പാർട്ട്ണർഷിപ്പുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. ഓക്കെ, അപ്പോൾ മറ്റ് പ്രസക്ത ഭാഗങ്ങൾ ഇനി നമുക്ക് പഠിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് എല്ലാവരെയും ഞാൻ എൻ്റെ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ എൻ്റെ പേര് നിതീഷ്. നമുക്ക് സാരി റേസ് പ്ലസിൻ്റെ ഒരു ഓൺലൈൻ സെഷനിലേക്ക് കടക്കാം. അപ്പോൾ അതിലെ പ്രൊമോഷൻ ഓഫ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്ന മേഖലയാണ്. അപ്പോൾ സെക്ഷൻ 14A റൂൾ 13A നമ്മുടെ പ്രൊമോഷൻ ഓഫ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റിയിട്ട് പറയുന്നത്. അതുപോലെ സെക്ഷൻ 14B റൂൾ 13B പാർട്ട്ണർഷിപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ പറ്റിയിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2023 ഭേദഗതി അല്ലേ, 2023 ഭേദഗതി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. റീസെൻ്റായിട്ട് 2023 അല്ലേ ഒരു ഭേദഗതി ഉണ്ടായി. 2024 എന്തുണ്ടായി? ഒരു ഭേദഗതി ഉണ്ടായി അല്ലേ. അപ്പോൾ 2023 2024 ഭേദഗതി ഉണ്ടായതിനെ തുടർന്ന് നമ്മൾ കൂട്ടിച്ചേർത്ത ഭാഗങ്ങളാണ് റൂൾ 13A റൂൾ 13B. അപ്പോൾ റൂൾ 13A റൂൾ 13B പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കാവുന്നതാണ്. റൂൾ 13A പറയുന്നു എന്താണ്? പ്രൊമോഷൻ ഓഫ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ദ എക്കണോമിക് വെൽഫെയർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നു അല്ലേ. അതായത് മെമ്പേഴ്സിൻ്റെ എക്കണോമിക് വെൽഫെയറിന് വേണ്ടിയിട്ട് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രൊമോട്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത് അല്ലേ. ഇനി അടുത്ത് പറയുന്നത് 13B പാർട്ട്ണർഷിപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അല്ലേ. കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ പാർട്ട്ണർഷിപ്പിനെ പറ്റിയിട്ട് എന്ത് ചെയ്യുന്നു? പ്രതിപാദിക്കും. അപ്പോൾ ഇത് രണ്ടും 2023 ഭേദഗതിയിലൂടെ KCS ആക്ടിലേക്കും KCS റൂൾസിലേക്കും, KCS ആക്ടിൽ ഓൾറെഡി ഉണ്ടായിരുന്നതാണ്, KCS റൂളിലേക്ക് കൂട്ടിച്ചേർത്ത ഭാഗമാണ് റൂൾ 13A 13B അല്ലേ. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം പറയുന്നത് സെക്ഷൻ 14AA അല്ലെങ്കിൽ റൂൾ 13A പ്രൊമോഷൻ ഓഫ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ദ എക്കണോമിക് വെൽഫെയർ ഓഫ് മെമ്പേഴ്സ് അല്ലേ. മെമ്പേഴ്സിൻ്റെ എക്കണോമിക് വെൽഫെയറിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ രൂപീകരിക്കുന്നു. ഇനി അതിനകത്ത് ബ്രാക്കറ്റിനകത്ത് വ്യക്തമായി എഴുതിയിട്ടുണ്ട് അല്ലേ, നോട്ട് ഇൻക്ലൂഡിങ് പാർട്ട്ണർഷിപ്പ് ഫേം. പാർട്ട്ണർഷിപ്പ് ഫേം ഇതിൽ ഉൾപ്പെടുന്നില്ല അല്ലേ. അതിനർത്ഥം എന്തോന്നാണ്? അതായത് നമ്മൾ ഇത്തരത്തിലൊരു സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ രൂപീകരിക്കുന്നുണ്ടെങ്കിലും അതിൽ എന്ത് വരുന്നില്ല എന്നാണ്? പാർട്ട്ണർഷിപ്പ് വരുന്നില്ല എന്നാണ് അല്ലേ. അതായത് ഒരിക്കലും ഒരു സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷനെ പാർട്ട്ണർഷിപ്പിൻ്റെ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? രൂപീകരിക്കാൻ കഴിയില്ല എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ റൂൾ 13A അതുപോലെ സെക്ഷൻ 14AA നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നു. അപ്പോൾ എന്താണ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലേ? ഈ ഒരു സെഷൻ തുടങ്ങുന്നതിൻ്റെ ആദ്യ ഭാഗത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന്. സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാൽ ഒരു സൊസൈറ്റിയുടെ സബ്സ്റ്റാൻറ്റീവ് അല്ലാത്ത ഒരു ഫങ്ഷൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് നടത്തുന്നതിന് വേണ്ടിയിട്ട് സൊസൈറ്റി തന്നെ അവരുടെ ജനറൽ ബോഡിയിലൂടെ എന്ത് ചെയ്യുന്ന പാസ്സാക്കുന്ന ഒരു റെസല്യൂഷൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ വരുന്ന ഒരു ചെറിയ സ്ഥാപനമാണ് ഏതെന്ന് പറയുന്നത്? സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഒരു സംഘത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഏതെന്ന് പറയുന്നത്? സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് പറയുന്നു എ കോപ്പറേറ്റീവ് സൊസൈറ്റി മേ ബൈ എ റെസല്യൂഷൻ അല്ലേ. എന്താണ്? ഒരു ജനറൽ ബോഡി വിളിച്ചു ചേർത്ത് അതിൽ
മെജോറിറ്റിയോടുകൂടി പാസ്സാക്കുന്ന ഒരു റെസൊല്യൂഷൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ നമ്മൾ മെജോറിറ്റി എന്ന് പറയുമ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് മെജോറിറ്റി എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ തോന്നാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. അതായത് നമ്മുടെ ലോയിൽ പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ മെജോറിറ്റി എന്നോ മെജോറിറ്റി എന്നോ ഒക്കെ പറയുമ്പോൾ നമ്മൾ അതിന് മുന്നിലത്തെ വാക്കുകളെ സ്പെസിഫൈ ചെയ്ത് എന്ത് ചെയ്യാറുണ്ട്, പഠിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് മെജോറിറ്റി എന്ന് പറയുന്ന വാക്ക് നമ്മൾ ഇത്തിരി കൂടെ സ്ട്രെസ് ചെയ്ത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, എല്ലാം സെയിം തന്നെയാണ്. ഓക്കെ, അപ്പോൾ മെജോറിറ്റി എന്നാണ് അത്. ഏതാണ് നമ്മുടെ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ റെസൊല്യൂഷൻ പാസ്സാകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മെജോറിറ്റിയുടെ ആവശ്യമാണ് ഉള്ളത്. മെജോറിറ്റി ഓഫ് ദ മെമ്പേഴ്സ് പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ് അല്ലേ. അതായത് ഒരു സംഘത്തിൻ്റെ ജനറൽ ബോഡിയിൽ എന്ത് ചെയ്തിരിക്കുന്ന ഹാജരായിരിക്കുന്ന ആളുകളുടെ മെജോറിറ്റി ആളുകൾ ചേർന്ന് വോട്ട് ചെയ്ത് അവരുടെ അപ്രൂവലോടുകൂടി എന്ത് ചെയ്യാവുന്നതാണ്, നമുക്ക് ഒന്നോ അതിലധികമോ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷനുകളെ രൂപീകരിക്കാവുന്നതാണ്. ഇനി ഇതിനകത്ത് പറയുന്നു, അത്തരത്തിൽ രൂപീകരിക്കുന്ന സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ നിലനിൽപ്പ് അവരുടെ ജനറൽ ബോഡി അനിവാര്യമെന്ന് തോന്നുന്ന കാലം അത്രയേ ഉള്ളൂ എന്നാണ് അല്ലേ. അതായത് ജനറൽ ബോഡി പറയുന്നു ഇത്രയും കാലം മതി അവരുടെ നിലനിൽപ്പ് എങ്കിൽ അന്നത്തോടെ അവരുടെ നിലനിൽപ്പ് എന്ത് ചെയ്തു, അവസാനിക്കുന്നു എന്നാണ് അർത്ഥം. മനസ്സിലായില്ലേ? അതായത് ഒരു ജനറൽ ബോഡിയുടെ വാക്കിൻ്റെ ബലത്തിൽ മാത്രമാണ് പ്രവർത്തിക്കുന്നത്, ഒരു സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രവർത്തിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാവുന്നതേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഒരു ജനറൽ ബോഡിയുടെ വാക്കിന് പുറത്ത് മാത്രമാണ് ഒരു സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രവർത്തിക്കുന്നത്. ഇനി ഇതിനകത്ത് പറയുന്നു, എ കോപ്പറേറ്റീവ് സൊസൈറ്റി വൈൽ പ്രൊമോട്ടിംഗ് എ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് ഷാൾ നോട്ട് ട്രാൻസ്ഫർ ഓർ അസൈൻ ഇറ്റ് സബ്സ്റ്റാൻറ്റീവ് പാർട്ട് ഓഫ് ദ ബിസിനസ് ഓർ ആക്ടിവിറ്റീസ് അല്ലേ. അതായത് ഒരിക്കലും ഒരു സംഘം അവരുടെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള തൊഴിൽ ചെയ്യുന്നതിന് വേണ്ടി ഒരു സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷനെ എന്ത് ചെയ്യാൻ പാടില്ല, സമീപിക്കാൻ പാടില്ല. അപ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ഇപ്പോൾ പാക്സ് ആണെന്നുണ്ടെങ്കിൽ, പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് എന്താണ്, കൃഷിയോ കൃഷി ഇതര ബന്ധങ്ങളുമായിട്ട് അല്ലേ കൊടുക്കുക, ലോൺ കൊടുക്കുക എന്നതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി. ആ ജോലി ചെയ്യുന്നതിന് വേണ്ടി ഒരിക്കലും ആരെ ഏൽപ്പിക്കാൻ പാടില്ല, സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷനുകളെ ഏൽപ്പിക്കാൻ പാടില്ല. അതായത് ഒരു സംഘത്തിൻ്റെ ലക്ഷ്യം എന്താണോ, അല്ലെങ്കിൽ ആ സംഘത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്താണോ, ആ ഒബ്ജക്റ്റീവ് ഒഴികെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷനുകൾ രൂപീകരിക്കാറ്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി വ്യക്തമാക്കുക. ഒരു സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ നിലനിൽപ്പെന്ന് പറയുന്നത് അവരുടെ ജനറൽ ബോഡി അനുസരിച്ചാണ്. ജനറൽ ബോഡിയിൽ ഒരു റെസൊല്യൂഷൻ അവതരിപ്പിച്ച് ആ റെസൊല്യൂഷൻ മെജോറിറ്റിയോടുകൂടി പാസ്സായി കഴിഞ്ഞാൽ നമുക്കൊന്നോ അതിലധികമോ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷനുകളെ രൂപീകരിക്കാവുന്നതാണ്. ഇനി സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നതിന് ഒരിക്കലും ഒരു സൊസൈറ്റിയുടെ സബ്സ്റ്റാൻഷ്യൽ ബിസിനസ് ചെയ്യുന്നതിനുള്ള അനുമതി നൽകാൻ പാടില്ല എന്നും പറയുന്നു അല്ലേ. അപ്പോൾ സെക്ഷൻ 14A റൂൾ 13A എന്തിനെ പറ്റിയിട്ട് പറയുന്നത്, സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ട് പറയുന്നത്. ഇനി ഇതിനകത്ത് പറയുന്നു, ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് ഡീംഡ് ടു ബി സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒരു സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ എന്ത് തരം ഇൻസ്റ്റിറ്റ്യൂഷനുകളെയാണ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിക്കുന്നത്, എന്ത് തരം ഇൻസ്റ്റിറ്റ്യൂഷനുകളെയാണ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിക്കുന്നത്? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ അല്ലേ. എങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂഷനുകളെയാണ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിക്കുന്നത് നോക്കാം നമുക്ക് അല്ലേ. എന്താണ്? കൺട്രോൾ ദ മാനേജ്മെൻറ്റ് ഓർ ബോർഡ് ഓർ മെമ്പേഴ്സ് ഓഫ് ദ ഗവേണിംഗ് ബോഡി ഓഫ് സച്ച് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലേ. ഒരു സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ബോർഡിനെയോ അല്ലെങ്കിൽ അവരുടെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സാധനം പൂർണ്ണമായും പാരൻ്റ് സൊസൈറ്റിക്ക് അധീനതയിലായിരിക്കും അല്ലേ. അതായത് ഒരു പാരൻ്റ് സൊസൈറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ആരാടാ? അതായത് ആരാണോ ഈ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യാനുള്ള റെസൊല്യൂഷൻ പാസ്സാക്കിയ സൊസൈറ്റി, അവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, പാരൻ്റ് സൊസൈറ്റി എന്ന് വിളിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള പാരൻ്റ് സൊസൈറ്റികൾക്ക് അധീനതയിലായിരിക്കും ആരെന്ന് പറയുന്നത്, നമ്മുടെ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അല്ലേ. അതായത് ഒരു സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും നമ്മുടെ പാരൻ്റ് സൊസൈറ്റിയുടെ കീഴിലായിരിക്കും. ഇനി അടുത്ത് പറയുന്നു, ഒരു സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഷെയർസിൻ്റെ നോമിനൽ വാല്യൂവിൻ്റെ പകുതിയിൽ കൂടുതലും ആരുടെ കൈകളിലായിരിക്കണം, പാരൻ്റ് സൊസൈറ്റിയുടെ കൈകളിലായിരിക്കണം അല്ലേ. അപ്പോൾ എന്താ പറയുന്നത്, പാരൻ്റ് സൊസൈറ്റിയുടെ കൈകളിൽ എന്തുണ്ടാകണം, ഒരു സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഷെയർസിൻ്റെ വാല്യൂവിൻ്റെ പകുതിയിൽ കൂടുതൽ ഭാഗങ്ങളും ആരുടെ കയ്യിലായിരിക്കണം, ആ പാരൻ്റ് സൊസൈറ്റിയുടെ കയ്യിലായിരിക്കണം.
ഇനി അടുത്ത് പറയുന്ന കണ്ടീഷൻ എന്താ? ദ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഷാൾ നോട്ട് ബി എ പാർട്ട്ണർഷിപ്പ് ഫേം. അല്ലെ, എന്താ പറയുന്നത്? ഒരു സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരിക്കലും എന്താകാൻ പാടില്ല? ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ആകാൻ പാടില്ല. അല്ലെ, എന്താണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് മക്കളെ? പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാവുന്നതേ ഉള്ളൂ. അല്ലെ, എന്താണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്? അതായത് രണ്ട് സൊസൈറ്റികൾ തമ്മിൽ ഫ്യൂച്ചറിൽ എന്തുണ്ടാക്കാം? ഒരു ബിസിനസ് ഉണ്ടാക്കാം, ഫ്യൂച്ചറിൽ എന്തുണ്ടാക്കാം? ഒരു പ്രോജക്റ്റ് ചെയ്യാം എന്ന ഉറപ്പോടുകൂടി പരസ്പരം ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? പാർട്ട്ണർഷിപ്പ് എന്ന് വിളിക്കുക കേട്ടോ. അപ്പോൾ പാർട്ട്ണർഷിപ്പ് സൊസൈറ്റികൾ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ് അല്ല ഏതെന്ന് പറയുന്നത്? സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷനെ സബ്സിഡറി ആയി കണക്കാക്കണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടാകണം? ഒരു സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷനെ സബ്സിഡറി ആയി കണക്കാക്കണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന് എന്താണ്? ഈ ഒരു സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ബോർഡ് എന്ന് പറയുന്നത് പൂർണ്ണമായും ആരുടെ കൺട്രോളിലായിരിക്കും? നമ്മുടെ ആ പാരൻ്റ് സൊസൈറ്റിയുടെ ബോർഡിൻ്റെയോ അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ കീഴിലോ ആയിരിക്കാം. ഇനി അടുത്ത് പറയുന്നു, ഈ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഷെയർ വാല്യൂവിൻ്റെ പകുതിയിൽ കൂടുതൽ ഷെയർസും ആരുടെ കൈകളിലായിരിക്കും? പാരൻ്റ് സൊസൈറ്റിയുടെ കൈകളിലായിരിക്കും. ഇനി ഈ ഒരു സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആകാൻ പാടില്ല. ഇത്തരം സ്ഥാപനങ്ങളെയെല്ലാം നമുക്കൊരു സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നെന്ത് ചെയ്യാം? വിശേഷിപ്പിക്കാം. അല്ലേ, അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എത്രയാണ്? സെക്ഷൻ 14A റൂൾ 13A ആണ് നമ്മൾ പഠിക്കുന്നത്, സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, അപ്പോൾ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട മറ്റ് ഫാക്റ്റുകളൊന്ന് പരിശോധിക്കാം. നോക്കാം, ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ ഒന്നുകൂടി വ്യക്തമായിട്ട് പരിശോധിക്കാവുന്നതാണ്. ഇതിനകത്ത് പറയുന്നു റൂൾ 13A. അല്ലേ, ഇതിനകത്ത് പറയുന്ന കാര്യം എന്താണ്? റൂൾ 13A. റൂൾ 13Aയിൽ പറയുന്നു മോർ ദാൻ ഹാഫ് ഇൻ നോമിനൽ വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ്. അല്ലേ, ഇക്വിറ്റി ഷെയർസിൻ്റെ നോമിനൽ വാല്യൂവിൻ്റെ പകുതിയിൽ കൂടുതലും ആരുടെ കൈകളിലായിരിക്കണം? പ്രൊമോട്ടിംഗ് സൊസൈറ്റിയുടെ കൈകളിലായിരിക്കണം. അല്ലേ, അപ്പോൾ എന്താ പറയുന്നത്? ഇക്വിറ്റി ഷെയർസിൻ്റെ നോമിനൽ വാല്യൂവിൻ്റെ പകുതിയിൽ കൂടുതലും പ്രൊമോട്ടിംഗ് സൊസൈറ്റീസിൻ്റെ കൈകളിലായിരിക്കണം. ഇറ്റ് ഷാൾ ബി മെയിൻറ്റെയിൻഡ് ത്രൂ ഔട്ട് ദ എക്സിസ്റ്റൻസ് ഓഫ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ നിലനിൽക്കുന്നിടത്തോളം കാലം ഉറപ്പായും അവരുടെ നോമിനൽ വാല്യൂ, ഷെയർസിൻ്റെ നോമിനൽ വാല്യൂവിൻ്റെ പകുതിയിൽ കൂടുതലും പാരൻ്റ് സൊസൈറ്റിയുടെ കൈകളിലായിരിക്കണം. ഇനി അടുത്ത് പറയുന്നു ഇവർക്ക് ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ നൽകാവുന്നതാണ്. അല്ലേ, അതായത് നമുക്ക് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് നൽകാവുന്നതാണ്? ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ നൽകാവുന്നതാണ്. പക്ഷേ അങ്ങനെ നൽകുന്ന ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ സൊസൈറ്റിയുടെ നെറ്റ് പ്രോഫിറ്റിൻ്റെ ബാലൻസിൽ നിന്നുമായിരിക്കണം എന്നാണ് പറയുന്നത്. അല്ലേ, ഒരു സൊസൈറ്റിക്ക് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യുന്നത് എന്താണ്? നെറ്റ് പ്രോഫിറ്റ് ആണ്. സെക്ഷൻ അതാണ് 56(2) അതിനകത്ത് മെൻഷൻ ചെയ്തേക്കുന്നത്. കണ്ടല്ലോ, സെക്ഷൻ 56(2) പറയുന്നത് എന്താണ്? നെറ്റ് പ്രോഫിറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അല്ലേ, അതായത് 56(2) പറയുന്നത് നോൺ സ്റ്റാറ്റ്യൂട്ടറി, അതായത് 56(2) പറയുന്നതാണ് ബോണസ്, പിന്നെ അതുപോലെ തന്നെ ഡിവിഡൻഡ് എന്നീ കാര്യങ്ങളൊക്കെ 56(2) എന്ന് പറയുന്ന സെക്ഷനകത്ത് പറയുന്നതാണ്. അപ്പോൾ അവിടെ പറയുന്നു എന്തോന്നാണ്? അതിൽ നിന്നുമൊക്കെ നമ്മൾ അതൊക്കെ കൊടുത്തതിന് ശേഷം ബാക്കി വരുന്ന തുക ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് കൊടുക്കാവുന്നതാണ്? ഫണ്ട് കൊടുക്കാവുന്നതാണ് എന്ന് പറയുന്നു. അപ്പോൾ ഒരു സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷന് എന്താണ്? അതിൽ നിന്നുള്ള ഫണ്ട്, അതായത് പണം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്തോന്ന് കൊടുക്കാവുന്നതാണ്? നമുക്കൊരു കാര്യം നൽകാവുന്നതാണ്. ഇനി അടുത്ത് പറയുന്നു എനി ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ. അല്ലേ, അതായത് ഇതിന് പുറമെ, അതായത് നമ്മൾ കൊടുക്കുന്നുണ്ട്, നെറ്റ് പ്രോഫിറ്റിൻ്റെ ബാലൻസിൽ നിന്ന് നമ്മൾ പണം നൽകുന്നുണ്ട്. ഇതിന് പുറമെ എന്തെങ്കിലും പണം നൽകണമെന്നുണ്ടെങ്കിൽ, അല്ലേ, ഇതിന് പുറമെ എന്തെങ്കിലും പണം നൽകണമെന്നുണ്ടെങ്കിൽ നമുക്കത് ലോണായി നൽകാവുന്നതാണ്. അല്ലേ, അപ്പോൾ രജിസ്ട്രാറിൻ്റെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് നമുക്ക് ലോണായി ആർക്ക് നൽകാവുന്നതാണ്? നമുക്ക് ഇവർക്ക് നൽകാവുന്നതാണ്. അപ്പോൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഒരു സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ നിലനിൽക്കുന്നിടത്തോളം കാലം അതിൻ്റെ നോമിനൽ വാല്യൂവിൻ്റെ പകുതിയിൽ കൂടുതൽ ആരുടെ കൈകളിലുണ്ടാകണം? പാരൻ്റ് സൊസൈറ്റിയുടെ കൈകളിലുണ്ടാകണം. അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റിൻ്റെ ബാലൻസിൽ നിന്നും വേണം എന്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്? ഇവർക്ക് എന്ത് കൊടുത്താലും നെറ്റ് പ്രോഫിറ്റിൻ്റെ ബാലൻസിൽ നിന്നേ കൊടുക്കാവൂ. ഇനി അഡീഷണലായി ഇവർക്ക് എന്ത് കൊടുത്താലും ലോണായിട്ട് എന്ത് ചെയ്യേണ്ടതാണ്? നൽകേണ്ടതാണ് എന്നും ഇതിനകത്ത് പറയുന്നു. അല്ലേ, അപ്പോൾ ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് കൊടുക്കാം. അതും പോയിട്ട് ഇനി അഡീഷണൽ എന്തെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ ലോണായി നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? നൽകാവുന്നതാണ് എന്ന് എന്ത് ചെയ്യുന്നു? ഇതിനകത്ത് പറയുന്നുണ്ട്. അല്ലേ, ഇനി അടുത്ത് ഇതിനകത്ത് നോക്കിയേ. അടുത്ത് ഇതിനകത്ത് പറയുന്നു സെക്ഷൻ 14AA(2)D പറയുന്നു. അല്ലേ, എന്താ പറയുന്നത്? അതായത് എനി ഷെയർ ക്യാപിറ്റൽ
കോൺട്രിബ്യൂഷൻ ഓർ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് അല്ലേ, ഏതെങ്കിലും തരത്തിലുള്ള ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ആയിക്കോട്ടെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആയിക്കോട്ടെ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആരുടെ മുന്നനുവാദത്തോടു കൂടി മാത്രമേ നൽകാൻ കഴിയുകയുള്ളൂ? ആ രജിസ്ട്രാറിൻ്റെ മുന്നനുവാദത്തോടു കൂടി മാത്രമേ നൽകാൻ കഴിയുകയുള്ളൂ. മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പോൾ എന്ത് തരത്തിലുള്ള കോൺട്രിബ്യൂഷൻ നമ്മൾ കൊടുത്താലും ആരുടെ മുന്നനുവാദത്തോടു കൂടിയാണ് കൊടുക്കാൻ കഴിയുക? രജിസ്ട്രാറുടെ മുന്നനുവാദത്തോടു കൂടി മാത്രമേ കൊടുക്കാൻ കഴിയുകയുള്ളൂ. ഇനി ഇതിനകത്ത് പറയുന്ന മറ്റൊരു കാര്യം നോക്കിക്കേ, ഇറ്റ് ഷാൾ ബി മെറ്റ് ഫ്രം ദ ബാലൻസ് ഓഫ് ദ നെറ്റ് പ്രോഫിറ്റ് അല്ലേ. എന്താ പറയുന്നത്? നെറ്റ് പ്രോഫിറ്റിൻ്റെ ബാലൻസിൽ നിന്നും മാത്രമേ അത് കൊടുക്കാൻ കഴിയുകയുള്ളൂ. നെറ്റ് പ്രോഫിറ്റിൻ്റെ ബാലൻസ് അല്ലേ, ഞാൻ പറഞ്ഞു 56(2) എന്ന് പറയുന്ന നോൺ സ്റ്റാറ്റ്യൂട്ടറി ഫണ്ടുകളെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നിന്നും അതിൽ കുറച്ച് ഫണ്ടുകൾ പറയുന്നുണ്ട്, അതായത് ഡിവിഡൻഡ്, ബോണസ് എന്നൊക്കെ പറഞ്ഞിട്ട്, ഡൊണേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഫണ്ടുകൾ പറയുന്നുണ്ട്. അത് മെയിൻറ്റെയിൻ ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന തുക ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആർക്ക് നൽകാവുന്നതാണ്? സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷന് പണം നൽകാവുന്നതാണ്. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സെക്ഷൻ 14A റൂൾ 13A സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷനാണ്. എന്താണ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ? സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണ്? അവർക്ക് എങ്ങനെയാണ് നമുക്ക് കോൺട്രിബ്യൂഷൻസ് നൽകാൻ കഴിയുന്നത്? എവിടെ നിന്നും കോൺട്രിബ്യൂഷൻ നൽകണം? ഇനി ആ കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ ആരുടെ മുന്നനുവാദത്തോടു കൂടിയാണ് നൽകേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്തത് ഇതുവരെ നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പോൾ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട റൂൾ എന്ന് പറയുന്നത് റൂൾ 13A ആണ്, കൂട്ടിച്ചേർത്തത് 2023 ഭേദഗതിയിലാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കി വെച്ചേ. അപ്പോൾ എന്ത് തരത്തിലുള്ള കോൺട്രിബ്യൂഷൻ കൊടുത്താലും ആരുടെ മുന്നനുവാദത്തോടു കൂടി കൊടുക്കുക? RCSൻ്റെ മുന്നനുവാദത്തോടു കൂടി നൽകുക. ഓക്കെ അല്ലേ? ശരി, അടുത്തത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ആ ഒരു ടോപ്പിക്ക് നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. എ പ്രൊമോട്ടിംഗ് സൊസൈറ്റി മേ ഗ്രാൻഡ് ഫർദർ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് അല്ലേ. ഇനി എന്ത് തന്നെ എന്താണ്, നമുക്ക് ഇപ്പോൾ നമ്മൾ നെറ്റ് പ്രോഫിറ്റിൻ്റെ ബാലൻസിൽ നിന്നും എമൗണ്ട് കൊടുത്തു, എന്നിട്ടും അവർക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലോണായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ആ ലോണിൻ്റെ കാലാവധിയും പലിശ നിരക്ക് എന്നിവ തീരുമാനിക്കുന്നത് ആരായിരിക്കും? RCS ആയിരിക്കും. മനസ്സിലാക്കിയില്ലേ? അപ്പോൾ എന്താ പറഞ്ഞത്, നമുക്ക് അഡീഷണലായിട്ട് എന്തെങ്കിലും അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലോണിൻ്റെ രൂപത്തിലേ അത് എന്ത് ചെയ്യാൻ കഴിയുകയുള്ളൂ? നൽകാൻ കഴിയുകയുള്ളൂ. പക്ഷേ ആ ലോണിൻ്റെ കാലാവധി, പലിശ എന്നിവ തീരുമാനിക്കുന്നത് RCS ആയിരിക്കും. ഇനി ഇതിനകത്ത് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട് അല്ലേ. എന്താ പറയുന്നത്? അതായത് മാക്സിമം നമുക്ക് കൊടുക്കാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ 10% ആണ്. ഓക്കെ, ഷാൾ നോട്ട് കോൺട്രിബ്യൂട്ട് മോർ ദാൻ 10%. 10% കൂടുതൽ എന്ത് ചെയ്യാൻ പാടില്ല? കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പാടില്ല എന്നും പറയുന്നുണ്ട് അല്ലേ. എന്തിൻ്റെ 10%? വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ 10% കൂടുതൽ എന്തായി കൊടുക്കാൻ പാടില്ല? ലോണായി നൽകാൻ പാടില്ല എന്ന് പറയുന്നു അല്ലേ. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ 10% കൂടുതൽ എന്തായി നൽകാൻ പാടില്ല എന്നും പറയുന്നു, ലോണായി നൽകാൻ പാടില്ല എന്നും പറയുന്നു. അപ്പോൾ ഒരു സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷന് ലോൺ കൊടുക്കാം, പക്ഷേ ലോൺ കൊടുക്കുന്നത് ആരുടെ അനുവാദത്തോടു കൂടിയാണ്? RCSൻ്റെ അനുവാദത്തോടു കൂടിയാണ്. RCS തീരുമാനിക്കും, പലിശയും മറ്റ് നിരക്കുകളും ഒക്കെ തീരുമാനിക്കുന്ന RCS ആണ്. ഇനി ഇതിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, 10%, അതായത് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ മാക്സിമം വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ 10% വരെയാണ് നമുക്ക് ലോണായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുക. അതിൽ കൂടുതൽ നമുക്ക് ലോണായിട്ട് നൽകാൻ കഴിയുകയില്ല. ഓക്കെ, അപ്പോൾ ഇതെല്ലാം സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നോക്കാം നമുക്ക്. ഇനി അടുത്ത, ദ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ എനി സൊസൈറ്റി വിച്ച് ഹാഡ് അവൈൽഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫ്രം ഗവൺമെൻറ്, സർക്കാരിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ തുകകൾ വാങ്ങിയിട്ടുള്ള സഹകരണ സംഘങ്ങളാണ് എന്നുണ്ടെങ്കിൽ അവരുടെ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കമ്മിറ്റികൾക്കകത്തും ആരുണ്ടാകും? ഗവൺമെൻറ് നോമിനികൾ ഉണ്ടാകും. മനസ്സിലാക്കി വെച്ചേക്കുക, നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. സർക്കാരിൽ നിന്നും പണം സ്വീകരിച്ചിട്ടുള്ള, സർക്കാരിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള സഹായം ലഭിച്ചിട്ടുള്ള സഹകരണ സംഘങ്ങളാണെങ്കിൽ അവർ രൂപീകരിക്കുന്ന സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് അകത്ത്, അവരുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനകത്ത് ഉറപ്പായിട്ടും ആരുണ്ടാകും? ഗവൺമെൻറ് നോമിനികളും ഉണ്ടാകും. എന്താണ് ഗവൺമെൻറ് നോമിനി എന്നല്ലേ? ഗവൺമെൻറ്റിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു ബാങ്കിൻ്റെ, ഒരു സംഘത്തിൻ്റെ ജനറൽ ബോഡിയല്ല, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനകത്ത് വന്ന് ഇരിക്കുന്ന ആളിനെയാണ് നമ്മൾ എന്തോന്ന് വിളിക്കുന്നത്? ഗവൺമെൻറ് നോമിനി എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ അത്തരത്തിൽ ഒരു സംഘം എന്തിൽ നിന്നും? സർക്കാരിൽ നിന്നും സഹായം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ സംഘത്തിന് എന്തോന്നാണ്? ആ സംഘത്തിൻ്റെ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് ഉറപ്പായിട്ടും അവരുടെ ബോർഡിനകത്ത് ഒരു ഗവൺമെൻറ് നോമിനി ഉണ്ടായിരിക്കും. ഇനി അടുത്ത് പറയുന്നു, ഈ ഒരു സ്ഥാപനത്തിൻ്റെ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഓഡിറ്റ്, ഇൻസ്പെക്ഷൻ, വെരിഫിക്കേഷൻ എന്നിവ നടത്തുന്നത് ആരായിരിക്കും അല്ലേ? ഒരു സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഓഡിറ്റ്, വെരിഫിക്കേഷൻ, ഇൻസ്പെക്ഷൻ എന്നിവ നടത്തുന്നത് ആരായിരിക്കും എന്ന് ചോദിച്ചാൽ RCS ആണ്. അതിനുത്തരം ആരാണ്? RCS ആണ് അല്ലേ. ഇനി ഇതിനകത്ത് പറയുന്നു,
അതിന് വേണ്ടിയിട്ട് ഒരു പ്രൊമോട്ടിംഗ് സൊസൈറ്റിയുടെ, അതായത് പാരൻറ്റ് സൊസൈറ്റി അല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ പാരൻറ്റ് സൊസൈറ്റി ആരാണോ ഈ ഒരു സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ രൂപീകരിച്ചത് അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൊമോട്ടിംഗ് സൊസൈറ്റി. ആ പ്രൊമോട്ടിംഗ് സൊസൈറ്റിയുടെ നേതൃത്വത്തിലായിരിക്കും എന്ത് രൂപീകരിക്കുക, നമ്മൾ ഈ ഒരു ഓഡിറ്റ് ടീം, അതായത് പ്രൊമോട്ടിംഗ് സൊസൈറ്റിയുടെ ഓഡിറ്റിംഗ് ടീം തന്നെയായിരിക്കും എന്തിലേക്കും വരിക, സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കും വരിക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സെക്ഷൻ 14A ആണ് പഠിച്ചിരിക്കുന്നത്, റൂൾ 13A ആണ് പഠിക്കുന്നത്. സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ്? സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു സംഘത്തിൻ്റെ ജനറൽ ബോഡിയിലൂടെ നമ്മൾ പാസ്സാക്കുന്ന മെജോറിറ്റിയോടുകൂടി പാസ്സാക്കുന്ന ഒരു റെസൊല്യൂഷൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കുന്ന ഒരു സ്ഥാപനമാണ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ. സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷന് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയുകയില്ല, സബ്സ്റ്റാൻഷ്യൽ ബിസിനസ് ചെയ്യാൻ കഴിയുകയില്ല. സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വന്തമായിട്ട് യാതൊരു നിലനിൽപ്പുമില്ലാത്ത, എന്നാൽ ജനറൽ ബോഡിയാണ് അവരുടെ നിലനിൽപ്പും മറ്റു കാര്യങ്ങളുമൊക്കെ തീരുമാനിക്കുന്നതുമായിട്ടുള്ള സംഘത്തിൻ്റെ ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിലവിൽ വന്നിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഏതെന്ന് പറയുന്നത്, സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലുള്ള സ്ഥാപനങ്ങൾ വേണമെങ്കിലും ആകാം, അല്ലെ? നമ്മൾ തന്നെ ഇന്ന് കാണുന്നുണ്ട് പല സംഘങ്ങൾക്ക് സ്വന്തമായിട്ട് തുണിക്കടകൾ, അതുപോലെ തന്നെ പെട്രോൾ പമ്പുകൾ, പിന്നെ അതുപോലെ തന്നെ മെഡിക്കൽ സ്റ്റോപ്പുകൾ, പിന്നെ അതുപോലെ ഗ്രോസറി സ്റ്റോപ്പുകൾ, അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ പല സംഘങ്ങൾക്കും ഉണ്ടാകും. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, നിങ്ങളുടെ വീടിന് ചുറ്റുമുള്ള പല സംഘങ്ങൾക്കും ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുണ്ടാകും. ഇവയെല്ലാം സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷനുകളാണ്. ഇവയ്ക്കൊരിക്കലും ലോൺ കൊടുക്കാനോ ആളുകളിൽ നിന്നും ഡെപ്പോസിറ്റ് സ്വീകരിക്കാനോ ഒന്നും കഴിയില്ല. സ്വന്തമായിട്ട് നിലനിൽപ്പൊന്നുമില്ലാത്ത ജനറൽ ബോഡി മാത്രമാണ് അതായത് പാരൻറ്റ് സൊസൈറ്റിയുടെ ജനറൽ ബോഡിയാണ് ഇവരുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളെ നമ്മൾ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷനുകൾ എന്ന് വിളിക്കുന്നു. ഇത്തരത്തിൽ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞു പോയത്. ഇതിനകത്ത് പറയുന്നു, ഒരു സംഘം എന്തിൽ നിന്നും, സർക്കാരിൽ നിന്നും എന്തെങ്കിലും സഹായം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ സംഘം രൂപീകരിക്കുന്ന സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ ബോർഡിനകത്ത് ഉറപ്പായിട്ടും ഒരാളെ ഗവൺമെൻറ് നോമിനിയായി നമുക്ക് രൂപീകരിക്കാവുന്നതാണ് എന്ന് പറയുന്നു. ഇനി ഇതിനകത്ത് പറയുന്ന രണ്ടാമത്തെ കാര്യം, അതായത് ഈ സംഘത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഓഡിറ്റ്, ഇൻസ്പെക്ഷൻ, വെരിഫിക്കേഷൻ എന്നിവ നടത്തുന്നത് ആരുടെ ഉത്തരവാദിത്തമാണ്? രജിസ്ട്രാറുടെ ഉത്തരവാദിത്തമാണ്. ഇനി അടുത്ത് ഒരു പാരൻറ്റ് സൊസൈറ്റിയുടെ ഓഡിറ്റേഴ്സോ അല്ലെങ്കിൽ ടീം ഓഫ് ഓഡിറ്റേഴ്സോ തന്നെയായിരിക്കും സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അക്കൗണ്ട്സും ഓഡിറ്റ് ചെയ്യുന്നത്. ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് നോക്കാം. ഇതിനകത്ത് പറയുന്നു, ദ ഓഡിറ്റ് ഫൈൻഡിങ്സ് ബൈ ദ ഓഡിറ്റർ ഓർ ടീം ഓഫ് ഓഡിറ്റേഴ്സ്, അല്ലേ? അതായത് ഒരു ഓഡിറ്റിലൂടെ കണ്ടെത്തിയ കാര്യങ്ങൾ, അല്ലേ? അതായത് ഓഡിറ്റേഴ്സോ അല്ലെങ്കിൽ ടീം ഓഫ് ഓഡിറ്റേഴ്സോ ഒരു ഓഡിറ്റിലൂടെ കണ്ടെത്തിയ കാര്യങ്ങൾ അവർ ഉടൻ തന്നെ അതൊരു സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടായിട്ട് തയ്യാറാക്കുകയും, അതായത് അത് പ്രൊമോട്ടിംഗ് സൊസൈറ്റിയുടെ കൈകളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു, അല്ലേ? അപ്പോൾ ഇതൊരു റിപ്പോർട്ടായിട്ട് അവർ തയ്യാറാക്കുകയും പ്രൊമോട്ടിംഗ് സൊസൈറ്റിയുടെ കൈകളിലേക്ക് അത് എത്തിക്കുകയും ചെയ്യുന്നു. ആൻഡ് സബ്മിറ്റഡ് ബിഫോർ ദ ജനറൽ ബോഡി, ഉടൻ തന്നെ അത് ജനറൽ ബോഡി മുമ്പാകെ ചെയ്യുകയും ചെയ്യുന്നു, അത് സബ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നു, അല്ലേ? ആരുടെ ജനറൽ ബോഡി മുൻപാകെയാണ്? പാരൻറ്റ് സൊസൈറ്റിയുടെ ജനറൽ ബോഡി മുൻപാകെ ഇത് ചെയ്യുകയും ചെയ്യുന്നു, സമർപ്പിക്കുകയും ചെയ്യുന്നു. ഇനി അടുത്ത് പറയുന്നു, അപ്പോൾ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ, സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ഓഡിറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സ്കീമും മറ്റു കാര്യങ്ങളും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ DCA RCSനോട് ചെയ്തതിന് ശേഷം, അഭിപ്രായം ചോദിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷന് എന്തെങ്കിലും തരത്തിലുള്ള ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നു എന്നുണ്ടെങ്കിൽ അത് ബാലൻസ് ഓഫ് നെറ്റ് പ്രോഫിറ്റിൽ നിന്നുമാണ്. അഡീഷണലായി എന്ത് നൽകിയാലും ലോണായി നൽകാൻ കഴിയുകയുള്ളൂ. ലോണിൻ്റെ ടേംസും അതുപോലെ തന്നെ ഇൻട്രസ്റ്റും തീരുമാനിക്കുന്നത് RCS ആയിരിക്കും. ഇനി ലോൺ എന്ന് പറയുന്നത് എപ്പോഴും വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ 10% താഴെ മാത്രമേ നമുക്ക് ലോൺ നൽകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പോൾ അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് പോകാം. അടുത്ത് പറയുന്നത് ഇങ്ങനെയാണ്, അതായത് ട്രാൻസ്ഫറിങ് ഫണ്ട്സ് ഓർ ലീസിങ് ഓഫ് അസറ്റ്സ് ഓഫ് ദ സൊസൈറ്റി, അല്ലേ? സൊസൈറ്റികളുടെ ഫണ്ടുകളോ ട്രാൻസ്ഫർ ചെയ്യുന്നതിനോ അസറ്റുകൾ ലീസ് ചെയ്യുന്നതോ ആയിട്ട് ബന്ധപ്പെട്ട്, അല്ലേ, അതിൻ്റെ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് ഇതൊക്കെ ലീസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഷാൾ ബി മെയ്ഡ് വിത്ത് ദ പ്രയർ അപ്രൂവൽ ഓഫ് ദ ഗവൺമെൻറ്, അല്ലേ? അതായത് ഗവൺമെൻറ്റിൻ്റെ മുന്നനുവാദത്തോടു കൂടിയാണ് നൽകേണ്ടത്. നമുക്ക് ഇതിനകത്ത് നമ്മൾ നേരത്തെ ഒരു മുന്നനുവാദം പഠിച്ചു, അല്ലേ? അത് ആരുടെ മുന്നനുവാദമാണ് വേണ്ടത്? RCSൻ്റെ മുന്നനുവാദം. എന്തിനു വേണ്ടിയിട്ടാണ് വേണ്ടത്? അതായത് നമ്മൾ
എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് നൽകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ആരുടെ മുന്നനുവാദത്തോടു കൂടി മാത്രമേ കഴിയുകയുള്ളൂ? RCSൻ്റെ മുന്നനുവാദത്തോടു കൂടി മാത്രമേ കഴിയുകയുള്ളൂ അല്ലേ? പക്ഷേ ഇതിനകത്ത് പറയുന്നത് എന്താണ്? നമ്മുടെ പാരൻ്റ് സൊസൈറ്റിയുടെ ഏതെങ്കിലും തരത്തിലുള്ള ഫണ്ടുകളെയോ അസറ്റുകളെയോ ലീസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ എന്താണ് കടം കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആരുടെ മുന്നനുവാദത്തോടു കൂടിയാണ് അത് സാധ്യമാവുക? ഗവൺമെൻറ്റിൻ്റെ മുന്നനുവാദത്തോടു കൂടി മാത്രമേ സാധ്യമാവുകയുള്ളൂ അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ജനറൽ ബോഡിയിൽ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കേണ്ടതും ഉണ്ട്. അത് മനസ്സിലാക്കി വെച്ചേക്കുക അല്ലേ? അപ്പോൾ എന്താണ് അതിനു വേണ്ടി ഒരു റെസൊല്യൂഷൻ നമ്മൾ എവിടെ പാസ്സാക്കേണ്ടതുണ്ട്? ജനറൽ ബോഡിയിൽ പാസ്സാക്കേണ്ടതുണ്ട് എന്ന് പറയുന്നു. ഇനി ഇതിനകത്ത് നോക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അല്ലേ? എന്തോന്നാണ് പറയുന്നത്? ദ ആനുവൽ റിപ്പോർട്ട്സ് ആൻഡ് ഓഡിറ്റ് റിപ്പോർട്ട് ഓഫ് ദ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലേ? സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട്, ആനുവൽ റിപ്പോർട്ട് എന്നിവ അവരുടെ ജനറൽ ബോഡിയിൽ അല്ലെ പാരൻ്റ് സൊസൈറ്റിയുടെ ജനറൽ ബോഡിയിൽ എന്ത് ചെയ്യേണ്ടതാണ്? ഹാജരാക്കേണ്ടതാണ് അല്ലേ? അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറഞ്ഞത്. രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് പാരൻ്റ് സൊസൈറ്റി അവരുടെ അസറ്റുകളെയോ ഫണ്ടുകളെയോ ലീസ് ചെയ്യുകയോ അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ ചെയ്യുകയോ ചെയ്താൽ ആരുടെ മുന്നനുവാദത്തോടു കൂടി മാത്രമേ സാധിക്കുകയുള്ളൂ? സർക്കാരിൻ്റെ. ഇനി അടുത്ത് പറയുന്നു സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ എന്താണ് ഓഡിറ്റ് റിപ്പോർട്ട്സും മറ്റ് ഓഡിറ്റഡ് അക്കൗണ്ട്സും ഒക്കെ പാരൻ്റ് സൊസൈറ്റിയുടെ ജനറൽ ബോഡിയിൽ എന്ത് ചെയ്യേണ്ടതാണ്? ഹാജരാക്കേണ്ടതാണ് എന്നും പറയും അല്ലേ? ഇനി അടുത്തത് നോക്കാം നമുക്ക്. അടുത്ത ഭാഗം എന്ന് പറയുന്നത് ഇനി ഒരു സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ വൈൻഡപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ വൈൻഡപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറൊന്നും വേണ്ട, സിമ്പിൾ മെജോറിറ്റിയോടുകൂടി നമുക്കതിനെ വൈൻഡപ്പ് ചെയ്യാം. ഒരു സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷനെ വൈൻഡപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റത്യാവശ്യങ്ങളൊന്നുമില്ല, സിമ്പിൾ മെജോറിറ്റിയോടുകൂടി ജനറൽ ബോഡിയിൽ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? വൈൻഡപ്പ് ചെയ്യാവുന്നതാണ്. സിമ്പിൾ മെജോറിറ്റി അല്ലേ? അപ്പോൾ ഇതൊക്കെ ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട്. ഇനി 2023 ഭേദഗതിയിൽ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൽ പറയുന്നു അല്ലേ? എന്താ പറയുന്നത്? അതായത് നാളെ ഇതുവരെ ഉണ്ടായ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷനുകളൊക്കെ അങ്ങനെ തന്നെ തുടരട്ടെ. പക്ഷേ 2023 ഭേദഗതിക്ക് ശേഷം ഇനി സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷനുകളൊന്നും രൂപീകരിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമായി എന്ത് ചെയ്യുന്നു? ഇതിനകത്ത് പറയുന്നുണ്ട്. അതുകൂടെ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ 2023 വരെയുള്ള സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷനുകൾ അങ്ങനെ തന്നെ തുടരട്ടെ. പക്ഷേ ഇനി എന്ത് ചെയ്യാൻ പാടില്ല? 2023 ശേഷം സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷനുകൾ രൂപീകരിക്കാൻ പാടില്ല. അതായത് പുതുതായി അല്ലേ എന്താണ് ഇനി ഒരു സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് രൂപീകരിക്കാൻ കഴിയില്ല. അതായത് 2023 ഭേദഗതിക്ക് ശേഷം സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷനുകൾ രൂപീകരിക്കാനുള്ള അധികാരം എടുത്ത് മാറ്റിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ആരാണ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ? സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ട് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ്? ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത്? പഠിച്ചത് അല്ലേ? അപ്പോൾ ഒന്നുകൂടി നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. എന്താണ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്? സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 14A റൂൾ 13A പറയുന്നത്. സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു സംഘത്തിൻ്റെ ജനറൽ ബോഡിയിലെ മെജോറിറ്റിയോടുകൂടി പാസ്സാക്കുന്ന ഒരു റെസൊല്യൂഷൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ രൂപീകരിക്കുന്ന ഒരു സ്ഥാപനത്തെയാണ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഒരു സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരിക്കലും സബ്സ്റ്റാൻഷ്യൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിന് വേണ്ടി രൂപീകരിക്കുന്നതല്ല. ജനറൽ ബോഡി എത്ര കാലം അതിൻ്റെ നിലനിൽപ്പ് ആവശ്യമാണെന്ന് തോന്നുന്നുവോ അത്രയും കാലം മാത്രമേ ഒരു സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷന് ആയുസ് ഉണ്ടാവുകയുള്ളൂ. ഒരു സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് പൂർണ്ണമായും ആരുടെ കൺട്രോളിലായിരിക്കും? പാരൻ്റ് സൊസൈറ്റിയുടെ കൺട്രോളിലായിരിക്കും. അവർക്ക് മറ്റ് സ്വന്തമായ അധികാരങ്ങളൊന്നും ഉണ്ടായില്ല. അവരുടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ പകുതിയിൽ കൂടുതൽ മൂല്യവും ആരുടെ കൈകളിലായിരിക്കും? സബ്സിഡറി പാരൻ്റ് സൊസൈറ്റിയുടെ കൈകളിലായിരിക്കും. ഇതൊരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആകാൻ പാടില്ല. എന്ത് കൊടുത്താലും അത് ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ആയിരുന്നാലും മറ്റെന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ആയിരുന്നാലും പ്രോഫിറ്റിൻ്റെ ബാക്കി നിന്ന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുകയുള്ളൂ? കൊടുക്കാൻ കഴിയുകയുള്ളൂ. ഇനി അഡീഷണലായി എന്ത് കൊടുത്താലും നമുക്ക് ലോണായി നൽകാം. ലോൺ നൽകുന്നതിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ മുന്നനുവാദം ചോദിക്കണം. കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നതിന് വേണ്ടി മുന്നനുവാദം ചോദിക്കണം. RCSനോട് മുന്നനുവാദം ചോദിച്ചതിന് ശേഷം കൊടുക്കാം. ഇനി അത്തരത്തിൽ കൊടുക്കുന്ന ലോണെന്ന് പറയുന്നത് എപ്പോഴും വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ 10% താഴെ മാത്രമേ നമുക്ക് ലോൺ കൊടുക്കാൻ കഴിയുകയുള്ളൂ. ലോണുമായി ബന്ധപ്പെട്ട് ഇനി മറ്റു കാര്യങ്ങൾ എന്താണ് പറയുന്നത്? അതായത് നമുക്ക് ഒരു സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് പൂർണ്ണമായും എന്തിന് വിധേയരായിരിക്കും? നമ്മുടെ ഈ ഒരു ജനറൽ ബോഡിക്ക് വിധേയമായിട്ടുള്ള ആളുകളായിരിക്കും. ഇവർക്ക് പ്രത്യേകിച്ച് അധികാരങ്ങളോ അധികാര പരിധികളോ ഒന്നും ഉണ്ടാവുകയില്ല. ഇനി ഒരു സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഇപ്പോൾ സർക്കാരിൽ നിന്നും അനുമതി വാങ്ങിക്കൊണ്ട്
അവർക്ക് ഒരു പാരൻ്റ് സൊസൈറ്റിയുടെ എന്ത് സ്വീകരിക്കാവുന്നതാണ്, അസറ്റുകളോ അല്ലെങ്കിൽ ഫണ്ടുകളോ സ്വീകരിക്കാവുന്നതാണ്. ഇനി ഇതിനകത്ത് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. എന്താണ്? സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു അപ്രോച്ചിൽ എടുക്കാവുന്നതാണെങ്കിലും ഒരിക്കലും അവർക്ക് സബ്സ്റ്റാൻഷ്യീവ് ബിസിനസ് ചെയ്യുന്നതിനുള്ള അധികാരം നൽകാൻ പാടില്ല എന്ന് അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, പ്രത്യേകം പരാമർശിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇനി സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ വൈൻഡപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ജനറൽ ബോഡിയിലെ സിമ്പിൾ മെജോറിറ്റിയോടുകൂടി സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ വൈൻഡപ്പ് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചു. ഇനി സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പറഞ്ഞു നിർത്തി. എന്താണ് അതിനകത്ത് പറഞ്ഞത്? 2023 ഭേദഗതി വന്നതിന് ശേഷം പുതിയൊരു സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ രൂപീകരിക്കാൻ നമുക്ക് കഴിയില്ല. നാളിതുവരെയുള്ള സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷനുകൾ അങ്ങനെ തന്നെ തുടരട്ടെ. ഓക്കെ, അപ്പോൾ ഇതാണ് ഏതെന്ന് പറയുന്നത് നമുക്ക് സെക്ഷൻ 14AA റൂൾ 13A പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം നമുക്ക് പരിശോധിക്കാം. അതാണ് സഹകരണ ഹൃദയാലയം എന്ന് പറയുന്നത്. സഹകരണ ഹൃദയാലയം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ സഹകരണ മേഖലയിലെ ഒരേ ഒരു മെഡിക്കൽ കോളേജ് ആയിരുന്ന പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ ഒരു സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഏതെന്ന് പറയുന്നത് സഹകരണ ഹൃദയാലയം. സഹകരണ ഹൃദയാലയം എന്ന് പറയുന്നത് ഇവരുടെ കാർഡിയാക്ക് വിങ് ആണ്, അതായത് കാർഡിയാക്ക് മൾട്ടി സ്പെഷ്യാലിറ്റി വിങ് ആണ് സഹകരണ ഹൃദയാലയം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരു സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷന് ഉദാഹരണമാണ്. അപ്പോൾ ഈ സഹകരണ ഹൃദയാലയം രൂപീകരിച്ചിരിക്കുന്നത് ഏത് നിയമം അനുസരിച്ചാണ്? നല്ലൊരു പോയിൻ്റാണ്, നല്ലൊരു ചോദ്യമാണ്. അപ്പോൾ ഏത് നിയമം അനുസരിച്ചാണ് സഹകരണ ഹൃദയാലയം രൂപീകരിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ സഹകരണ ഹൃദയാലയം രൂപീകരിച്ചിട്ടുള്ളത് ട്രാവങ്കൂർ കൊച്ചിൻ ലിറ്റററി സയൻറ്റിഫിക് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് 1955 അനുസരിച്ചാണ് നമ്മുടെ സഹകരണ ഹൃദയാലയം രൂപീകരിച്ചിട്ടുള്ളത് അല്ലേ? ഇനി ഇതുപോലെ രൂപീകരിച്ച, അതായത് ഈ ഒരു ആക്ട് അനുസരിച്ച് രൂപീകരിച്ച മറ്റൊരു സ്ഥാപനം കൂടിയുണ്ട്. അതായത് നമ്മുടെ ഏത് ആക്ട് അനുസരിച്ച്? ട്രാവങ്കൂർ കൊച്ചിൻ ലിറ്റററി സയൻറ്റിഫിക് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് അനുസരിച്ച് രൂപീകരിച്ച മറ്റൊരു സ്ഥാപനം കൂടിയുണ്ട്. കേപ്പ് ആണ് കേട്ടോ, CAPE, കേപ്പ്. കേപ്പ് എന്ന് പറയുന്നതും ഈ ഒരു ആക്ട് അനുസരിച്ച് രൂപീകരിച്ചിട്ടുള്ളൊരു സ്ഥാപനമാണ്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി വെക്കുക. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഏതാണ് പറഞ്ഞത്? നമ്മുടെ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റിയിട്ട് പറഞ്ഞു, അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു അല്ലേ? അപ്പോൾ ഈ ഒരു പോർഷൻ നന്നായിട്ട് പഠിക്കുക. ഇനി അടുത്ത സെക്ഷനിലോട്ട് നമ്മൾ പോവുകയാണ്. സെക്ഷൻ 14B റൂൾ 13B പാർട്ട്ണർഷിപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അല്ലേ? അപ്പോൾ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഒരു പ്രത്യേക ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടി രണ്ട് സഹകരണ സംഘങ്ങൾ തമ്മിൽ കൈകോർക്കുന്നതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? പാർട്ട്ണർഷിപ്പ് എന്ന് വിളിക്കാം. അവരെന്നാണോ ആ ഒരു ബിസിനസ് ചെയ്ത് കഴിയുന്നത് അന്നത്തോടുകൂടി അവരുടെ എന്ത് കഴിയുന്നു? ഈ ഒരു പാർട്ട്ണർഷിപ്പ് അവസാനിക്കുന്നു അല്ലേ? ഇനി ഭാവിയിൽ അവർക്ക് വീണ്ടും അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർക്ക് വീണ്ടും എന്ത് ചെയ്യാം? കൈകോർക്കാം. അപ്പോൾ ഇതാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. നമ്മൾ പാർട്ട്ണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. 1932 പാർട്ട്ണർഷിപ്പ് ആക്ട് അല്ലേ? അതിലെ സെക്ഷൻ 4 അനുസരിച്ചാണ് ഒരു ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് നമ്മൾ ആരംഭിക്കുന്നത്. മിനിമം 2 പേരുണ്ടെങ്കിലേ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ആരംഭിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അത് 1932 നോർമൽ പാർട്ട്ണർഷിപ്പാണ്. അതും നമ്മുടെ KCS ആക്ടിലെ ഈ ഒരു പാർട്ട്ണർഷിപ്പുമായി യാതൊരു ബന്ധവുമില്ല. ഇത് സംഘങ്ങൾ തമ്മിലുള്ള പാർട്ട്ണർഷിപ്പാണ്. ഒരിക്കലും ഈ ഒരു പാർട്ട്ണർഷിപ്പിനെ രജിസ്റ്റർ ചെയ്യാൻ കഴിയുകയില്ല. ഈ ഒരു പാർട്ട്ണർഷിപ്പിനെ ഒരിക്കലും ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് അനുസരിച്ച് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല. ഇത് സൊസൈറ്റികൾ തമ്മിലുള്ള പാർട്ട്ണർഷിപ്പാണ്. അതുകൊണ്ട് തന്നെ KCS ആക്ടിലെ പ്രത്യേകത പറഞ്ഞിട്ടുള്ള സെക്ഷൻ 14B അനുസരിച്ച് മാത്രമേ ഇതിനെ എന്ത് ചെയ്യാൻ കഴിയുകയുള്ളൂ? നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അല്ലാണ്ട് നമുക്ക് പാർട്ട്ണർഷിപ്പ് ആക്ട് അനുസരിച്ച് എന്ത് ചെയ്യാൻ കഴിയില്ല? സൊസൈറ്റീസ് പാർട്ട്ണർഷിപ്പിനെ ഓർഗനൈസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. സെക്ഷൻ 14B റൂൾ 13Bയിലാണ് പാർട്ട്ണർഷിപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ പറ്റിയിട്ട് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കാം, ഇതിനെപ്പറ്റി നോക്കാം. എനി 2 or more സൊസൈറ്റീസ് വിത്ത് ദ പ്രയർ പെർമിഷൻ ഓഫ് RCSൻ്റെ പ്രയർ പെർമിഷനോടുകൂടി 2 അതിലധികമോ സഹകരണ സംഘങ്ങൾക്ക് ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ഏർപ്പെടാവുന്നതാണ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ഏർപ്പെടണം എന്നുണ്ടെങ്കിൽ ജനറൽ ബോഡിയിൽ ദ മെജോറിറ്റിയോടുകൂടി ഒരു റെസൊല്യൂഷൻ പാസ്സാക്കണം. ആ ജനറൽ ബോഡി മീറ്റിങ്ങിന് വേണ്ടിയിട്ട് മിനിമം 15 ദിവസത്തെ നോട്ടീസെങ്കിലും കൊടുത്തുകൊണ്ട് എന്തോന്ന് ചെയ്തിട്ടുണ്ടാവണം? വിളിച്ച് ചേർത്തിട്ടുണ്ടാവണം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ജനറൽ ബോഡി മീറ്റിംഗ്, അതായത് പൊതുയോഗങ്ങൾ വിളിച്ചു ചേർക്കുന്നതിന് വേണ്ടിയിട്ട് എന്തോന്നുണ്ട്? നോട്ടീസുകൾ നൽകേണ്ട ആവശ്യമുണ്ട്. ആ നോട്ടീസുകൾ നൽകുന്നതിന് പലതിനും പല കാലപരിധികളാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞത്
നോട്ടീസ് കൊടുക്കേണ്ടത് എത്ര ഇതിനകമാണ് നമ്മൾ കൊടുക്കേണ്ടത്? നമ്മൾ 15 ദിവസത്തിനകം എന്തോന്ന് കൊടുക്കുക, 15 ദിവസത്തെ കാലാവധി കൊടുത്തുകൊണ്ട് ഒരു ജനറൽ ബോഡി വിളിച്ചു ചേർത്ത് ആ ജനറൽ ബോഡിയിൽ റെസൊല്യൂഷൻ അവതരിപ്പിച്ച് ആ റെസൊല്യൂഷൻ അവതരിപ്പിച്ച് മെജോറിറ്റിയോടുകൂടി എന്ത് പാസ്സാക്കേണ്ടതുണ്ട്? ഈ റെസൊല്യൂഷൻ പാസ്സാക്കേണ്ടതുണ്ട് എന്ന് പറയുന്നു. ഇനി അടുത്ത് ഇതിനകത്ത് പറയുന്നു ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് അല്ലേ, അതായത് ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് എന്ത് ചെയ്യേണ്ടത്? ഓഫ് പാർട്ണർഷിപ്പ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ ബി പ്രിപ്പയർഡ് ബൈ സൊസൈറ്റി അല്ലേ. ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് ആരാണ്? സൊസൈറ്റികളാണ്. ആൻഡ് ഇറ്റ് ഷാൽ ബി സബ്മിറ്റഡ് ടു ദ ജനറൽ ബോഡി ഫോർ അപ്രൂവൽ അല്ലേ. അപ്പോൾ ഈ ഒരു പാർട്ട്ണർഷിപ്പിന് ആവശ്യമായിട്ടുള്ള പ്രോജക്റ്റ് റിപ്പോർട്ട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്കീം അല്ലെങ്കിൽ ആ ഒരു പ്ലാന് പ്രിപ്പയർ ചെയ്യേണ്ടത് ആരാണ്? സൊസൈറ്റികൾ തന്നെയാണ്. അത് അവർ എന്ത് ചെയ്യുന്നു? പ്രിപ്പയർ ചെയ്ത് ജനറൽ ബോഡി അംഗീകാരത്തിന് വേണ്ടി ജനറൽ ബോഡി മുമ്പാകെ അവതരിപ്പിക്കുന്നു. ജനറൽ ബോഡി അംഗീകരിച്ച ഉടനെ തന്നെ ഇത് RCSിലേക്കും RCSിൽ നിന്ന് ഇതിനെ ഗവൺമെൻറ്റിലേക്കും എന്ത് ചെയ്യുന്നു? എത്തിക്കുന്നു. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. അതായത് ഒരു സംഘത്തിന് പാർട്ണർഷിപ്പിൽ ഏർപ്പെടണം എന്നുണ്ടെങ്കിൽ ആദ്യം ഇതിൻ്റെ സ്കീം തയ്യാറാക്കേണ്ടതുണ്ട്. സ്കീം തയ്യാറാക്കേണ്ടത് സൊസൈറ്റിയാണ്. സൊസൈറ്റി തയ്യാറാക്കിയ സ്കീമിനെ ജനറൽ ബോഡിയിൽ അവതരിപ്പിക്കുന്നു. അവതരിപ്പിച്ച് പാസ്സായി കഴിഞ്ഞാൽ ജനറൽ ബോഡിയിൽ നിന്നും നേരെ ഇത് രജിസ്ട്രാറിലേക്കും രജിസ്ട്രാറിലൂടെ ഇത് നേരെ ഗവൺമെൻറ്റിലേക്കും എത്തിച്ചേരുന്നു. മനസ്സിലാക്കി വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു പാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം അതിൻ്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കുന്ന സൊസൈറ്റിയിൽ നിന്നും നേരെ ഇത് ആരിലേക്ക് പോകുന്നു? നമ്മുടെ ജനറൽ ബോഡിയിൽ പാസ്സായാൽ നേരെ ഇത് RCSിലൂടെ ഗവൺമെൻറ്റിലേക്ക് എത്തിച്ചേരുന്നു. ഇനി അടുത്ത ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, the registrar shall verify the feasibility and practicability of the dedicated project report അല്ലേ. അപ്പോൾ രജിസ്ട്രാർ ഈ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടിൻ്റെ സാധ്യതകളെ വ്യക്തമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവണം? പഠിച്ചിട്ടുണ്ടാവണം. പഠിച്ചതിന് ശേഷമാണ് അപ്രൂവൽ നൽകേണ്ടത്. ഇനി ഇതിനകത്ത് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നോക്കിക്കേ, അതായത് പാർട്ണർഷിപ്പിൽ ഏർപ്പെടുന്ന സംഘങ്ങളുടെ ഓഡിറ്റ്, വെരിഫിക്കേഷൻ എന്നീ കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യുന്നത് ആരായിരിക്കും? രജിസ്ട്രാർ ആയിരിക്കും. പാർട്ണർഷിപ്പിൽ ഏർപ്പെടുന്ന സംഘങ്ങളുടെ ഓഡിറ്റ്, വെരിഫിക്കേഷൻ, ഇൻസ്പെക്ഷൻ എന്നീ കാര്യങ്ങൾ നടത്തുന്നത് ആര് തന്നെ ആയിരിക്കും? രജിസ്ട്രാർ തന്നെ ആയിരിക്കും. ഇനി ഇതിനകത്ത് പറയുന്നു ദ ആനുവൽ അക്കൗണ്ട്സ് ഓഫ് പാർട്ണർഷിപ്പ് ഓഫ് സൊസൈറ്റി ഷാൾ ബി ഓഡിറ്റഡ് ബൈ എ ടീം ഓഫ് ഓഡിറ്റേഴ്സ് അല്ലേ. അപ്പോൾ എന്താ പറയുന്നത്? നമ്മുടെ പാർട്ണർഷിപ്പ് സൊസൈറ്റീസിൻ്റെ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യുന്നത് ആരായിരിക്കും? പാർട്ണർഷിപ്പ് സൊസൈറ്റീസിൻ്റെ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യുന്നത് ആരായിരിക്കും? പാർട്ണർഷിപ്പ് സൊസൈറ്റീസിൻ്റെ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യുന്നത് ആരൊക്കെ കൂടെ ചേർന്നിട്ടായിരിക്കും? ഇവിടെ ടീം ഓഫ് ഓഡിറ്റേഴ്സ് ആയിരിക്കും അല്ലേ. അതായത് നമ്മുടെ രണ്ട് പാർട്ണർഷിപ്പ് സൊസൈറ്റികൾ തമ്മിലാണല്ലോ എന്തിൽ ചേരുന്നത്? പാർട്ണർഷിപ്പിൽ വരുന്നത് അല്ലേ. അപ്പോൾ A എന്നും B എന്നും പറയുന്ന രണ്ട് സൊസൈറ്റികൾ തമ്മിൽ പാർട്ണർഷിപ്പിൽ ചേരുന്ന സമയത്ത് എയിൽ നിന്നും 2 പേര്, ബിയിൽ നിന്നും 2 പേര്, ഇവർ കമ്പൈൻ ചെയ്തുകൊണ്ടായിരിക്കും എന്ത് തുടങ്ങുന്നത്? ഒരു ഓഡിറ്റ് ആരംഭിക്കുന്നത്. മനസ്സിലായില്ലേ? അതായത് പാർട്ണർഷിപ്പ് അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് സൊസൈറ്റിയുടെയും ഓഡിറ്റ് ടീമിൽ നിന്നും കുറച്ച് ആൾക്കാർ വന്നിട്ടാണ് എന്ത് കണ്ടക്ട് ചെയ്യുന്നത്? നമ്മുടെ പാർട്ണർഷിപ്പ് ബിസിനസ് ഓഡിറ്റ് നടത്തുന്നത്. ഓക്കെ. ഇനി ഇതിനകത്ത് പറയുന്നു ദ ഓഡിറ്റ് ടീം ഷാൾ ബി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫ്രം എമംഗ് ദ ടീം ഓഫ് ഓഡിറ്റേഴ്സ് അല്ലേ. അതായത് നമ്മുടെ ആ A എന്ന് പറയുന്നതും B എന്ന് പറയുന്ന സൊസൈറ്റീസിൻ്റെ ടീമുകളിൽ നിന്നും കമ്പൈൻ ചെയ്തുകൊണ്ട് 2 പേരെ അല്ലെങ്കിൽ 3 പേരെയോ അതിൽ കൂടുതൽ ആൾക്കാരെയോ ഒക്കെ ഫോം ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്തോന്ന് ക്രിയേറ്റ് ചെയ്യുന്നത്? ഒരു ഓഡിറ്റ് ടീം ക്രിയേറ്റ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയാണ്? നമ്മൾ പാർട്ണർഷിപ്പ് അക്കൗണ്ട്സ് എന്ത് ചെയ്യുന്നതിന് വേണ്ടി മാത്രം? അത് വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടി മാത്രം, അത് ഓഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടി മാത്രം. ഓക്കെ. ഇനി അടുത്ത് പറയുന്നു ദ ഇൻസ്പെക്ഷൻ ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് റെക്കോർഡ്സ് ഓഫ് ദ പാർട്ണർഷിപ്പ് ഷാൾ ബി കണ്ടക്റ്റഡ് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ഇയർ അല്ലേ. വർഷത്തിൽ ഒരു തവണയെങ്കിലും എന്തോന്ന് കണ്ടക്ട് ചെയ്തിരിക്കണം? ഈ ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് അതിൻ്റെ ഇൻസ്പെക്ഷനും വെരിഫിക്കേഷനും കാര്യങ്ങളുമൊക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ. അപ്പോൾ അത് സെക്ഷൻ 66(2)(a)യിലാണത് പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് നോക്കിയേ. അടുത്ത് ഇതിനകത്ത് പറയുന്നു ഫണ്ട് റിക്വയർഡ്സ് ഫോർ ദ ഫോർമേഷൻ ആൻഡ് ഫങ്ഷനിങ് ഓഫ് പാർട്ണർഷിപ്പ് അല്ലേ. പാർട്ണർഷിപ്പ് എന്തിനു വേണ്ടിയിട്ട്? രൂപീകരിക്കുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള ഫണ്ടും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളും എന്ന് പറയുന്നത് ഷാൾ ബി മൊബിലൈസ്ഡ് ഫ്രം ദ പാർട്ണർ സൊസൈറ്റീസ്. പാർട്ണർ സൊസൈറ്റീസിൽ നിന്ന് തന്നെ അതിനെ എന്ത് ചെയ്യണം? മൊബിലൈസ് ചെയ്യണം വിത്തൗട്ട് അഫക്റ്റിംഗ് ദ ബിസിനസ് അല്ലേ. ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യാണ്ട് നമുക്കതെന്തോന്ന് ചെയ്യാം? നമുക്കത് മേടിക്കാം. അപ്പോൾ വീണ്ടും ഒരു ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.